മലയാളികൾക്ക് വിഷു കാർഷിക സംസ്കാരത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. വർഷം മുഴുവൻ നീണ്ടുനിൽക്കുന്ന നന്മയുടെ പ്രതീക്ഷയിലേക്കാണ് ഓരോ മലയാളിയും ഇന്ന് കണി കണ്ടുണരുന്നത്. മേടമാസപ്പുലരിയിലെ വിഷുക്കണിയോടെ ഒരു കാർഷിക വർഷത്തിനു കൂടി തുടക്കമാവുകയാണ്. കത്തിച്ച നിലവിളക്കിനു മുന്നിൽ നിറഞ്ഞ ഓട്ടുരുളിയിൽ കണിവെള്ളരി, ഫലങ്ങൾ, കാർഷിക വിളകളുമെല്ലാമായി കാണുന്ന സമൃദ്ധിയുടെ കണിക്കാഴ്ച വരും കാലത്തിലേക്കുള്ള നല്ല ശകുനമാണ്. പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് ജീവിച്ചു പോന്ന കർഷക ജനതയുടെ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് ഇതിൽ തെളിയുന്നത്. പൂക്കൾ വർണ്ണത്താലമെടുക്കുന്നതാണ് ഓണമെങ്കിൽ സ്വർണ്ണ നിറമാർന്ന ഐശ്വര്യം നിറഞ്ഞ പച്ചക്കറികളും ഫലമൂലാദികളും വിളവെടുത്ത് താലങ്ങളും കുട്ടകളും നിറയ്ക്കുന്നതാണ് വിഷു. നെൽകൃഷിയുമായാണ് വിഷുവിനേറെ ബന്ധം. ധനു, മകരം, കുംഭം മാസങ്ങൾ നാട്ടിൽ വേലകളുടെയും പൂരങ്ങളുടെയും കാലമാണ്. അത് കഴിഞ്ഞ് മേടത്തിൽ കർഷകർ വീണ്ടും പാടത്തേക്ക് ഇറങ്ങുകയാണ്. വിത്തും കൈക്കോട്ടും പാടി വിഷുപക്ഷി കർഷകരെ വയലിലേക്ക് ക്ഷണിക്കുന്നു എന്നാണ് സങ്കല്പം. കർഷകൻ അതോടെ അധ്വാനത്തിന്റെ നാളുകൾക്ക് തുടക്കമായി. സമൃദ്ധിയുടെ ഒരു വർഷം കൂടി ലഭിക്കട്ടെ എന്ന ശുഭാശംസയും പ്രതീക്ഷയുമാണ് ഈ ആഘോഷത്തിന് പിന്നിലുള്ളത്. നിലമുഴുതുമറിച്ച് വിത്തിടുന്നതിന് തുടക്കം കുറിക്കുന്ന, കാർഷികോപകരണങ്ങൾ വൃത്തിയാക്കി ഉപയോഗയോഗ്യമാക്കി വെക്കുന്ന കൈക്കോട്ടുശാൽ തുടങ്ങി വിഷുക്കരിക്കൽ, വിഷുവേല, വിഷുവെടുക്കൽ, പത്താമുദയം എന്നിങ്ങനെ കൃഷിയും മതാചാരങ്ങളുമായി ബന്ധപ്പെടുത്തി പല ആചാരങ്ങളും വിഷു ദിവസം നടക്കുന്നുണ്ട്. കാലമേറെ പിന്നിട്ടെങ്കിലും മൺമറയാതിരിക്കാനായി കാർഷിക മേഖലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളുമെല്ലാം ഇപ്പോഴും തുടരുകയാണ് കർഷക ജനത. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.